Dear students, our next topic is legender symbol. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് പി ബി ആൻ ഓഡ് പ്രൈം. ഇപ്പോൾ 2 ഒഴികെയുള്ള ഏത് പ്രൈം നമ്പർ വേണമെങ്കിലും ആകാം എന്നാണ് അതിൻ്റെ മീനിങ്. ലെറ്റ് പി ബി ആൻ ഓഡ് പ്രൈം ഇഫ് എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി വി ഡിഫൈൻ ദി ലെജൻഡർ സിമ്പൽ. നമ്മൾ ലെജൻഡർ സിമ്പൽ ഇങ്ങനെയാണ് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എൻ ബൈ പി ആസ് ഫോളോസ്. അതിൻ്റെ ഡെഫിനിഷനാണ് ഇനി പറയാൻ പോകുന്നത്. എൻ ബൈ പി ഈക്വൽ ടു +1 ഇഫ് എൻ ആർ പി. ഇനി -1 ഇഫ് എൻ ആർ ബാർ പി. നമ്മൾ കഴിഞ്ഞ ദിവസം എൻ ആർ പി എന്താണ്, എൻ ആർ ബാർ പി എന്താണെന്നൊക്കെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻ? പി എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈം നമ്പറാണ്. എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ 0 അല്ല. അതായത് എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു ഓഡ് പ്രൈമാണ്, അതിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പറാണ് എൻ. അങ്ങനെയാണെങ്കിൽ എൻ ബൈ പി എന്ന് പറയുന്ന ലെജൻഡർ സിമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് +1 ആയിട്ടും -1 ആയിട്ടുമാണ്. ഇതിൽ +1 വരുന്നത് എൻ ആർ പി ആകുമ്പോഴാണ്, അതുപോലെ -1 വരുന്നത് എൻ ആർ ബാർ പി ആകുമ്പോഴാണ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എൻ നോട്ട് കോൺഗ്രുവൻറ്റ് 0 മോഡ് പി ആകുന്ന എന്നിൻ്റെ കേസ്. ഇനി എൻ കോൺഗ്രുവൻറ്റ് 0 മോഡ് പി ആണെങ്കിലോ, ദെൻ വി ഡിഫൈൻ ദി ലെജൻഡർ സിമ്പിൾ എൻ ബൈ പി ആസ് 0. മനസ്സിലായോ? എൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഈ പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എൻ ബൈ പി എന്ന് പറയുന്ന ലെജൻഡർ സിമ്പിൾ നമ്മൾ 0 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലെജൻഡർ സിമ്പിളിന് 3 വാല്യൂസേ ഉള്ളൂ: 0, +1, -1. ഈ 3 വാല്യൂസ് മാത്രമേ എൻ ബൈ പി എന്ന് പറയുന്ന ലെജൻഡർ സിമ്പലിന് വരുള്ളൂ. അതിൽ തന്നെ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ആവുമ്പോഴാണ് 0 വരിക. എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി ആവുമ്പം 2 വാല്യൂസ് പോസിബിളാണ്, +1ഉം -1ഉം. ആ വാല്യൂസ് കിട്ടുന്നത് ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടാണ്. എൻ ആർ പി ആണോ എൻ ആർ ബാർ പി ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് 1/p m²/p 7/11 22/11. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ്, അതായത് 0 ആണോ 1 ആണോ -1 ആണോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യണം? എൻ മൾട്ടിപ്പിൾ ഓഫ് പി ആണെങ്കിൽ 0. ഇനി എൻ നോട്ട് മൾട്ടിപ്പിൾ ഓഫ് പി ആണെങ്കിൽ എൻ ആർ പി ആണോ എൻ ആർ ബാർ പി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 1/pയുടെ ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ ആണ്. നോക്കാം നമുക്കത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പം എൻ ബൈ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എൻ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. ഇതിലേതാണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എന്നിൻ്റെയും പിയുടെയും പൊസിഷനിൽ എന്താ വന്നേക്കുന്നത്? നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 1/pയുടെ ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ ആണ്. അപ്പം എന്നിൻ്റെ പൊസിഷനിൽ വന്നേക്കുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണോ അതോ 1 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണോ എന്നാണ്. 1 എന്ന് പറയുന്നത് പിയുടെ മൾട്ടിപ്പിൾ ആണോ? പി ഈസ് ആൻ ഓഡ് നമ്പർ അല്ലേ, ഓഡ് പ്രൈം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 ഒരിക്കലും ഒരു ഓഡ് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ 1 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. പിന്നെ അപ്പം ഏതായി കണ്ടീഷൻ? 1 നോട്ട് കോൺഗ്രുവൻറ്റ് 0 മോഡ് പി ആകുമ്പോൾ അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 1 ആർ പി ആണോ അതോ 1 ആർ ബാർ പി ആണോ എന്നാണ് നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് +1 ആണോ -1 ആണോ വരിക എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്നുള്ള കണ്ടീഷൻ കിട്ടി. സോ 1 ആർ പി ആണോ 1 ആർ ബാർ പി ആണോ എന്നാണ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? x² കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പിക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എൻ ആർ പി എന്ന് പറയുന്നത് എപ്പോഴാണ്? x² കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പിക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും എൻ ആർ പി ആണെന്ന്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ പറയും എൻ ആർ ബാർ പി ആണെന്ന്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ x² കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ ഇത് ഹോൾഡ് ചെയ്യുമെങ്കിൽ നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എക്സിന് നിങ്ങൾ 1 കൊടുത്ത് നോക്കിക്കേ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. അപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 അല്ലേ. കോൺഗ്രുവൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ നമുക്ക് എന്ത് പറയാം, x² കോൺഗ്രുവൻറ്റ് ടു 1 mod pക്ക് സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം 1rp ആണ്. അപ്പോൾ 1rp ആണെങ്കിൽ 1/pയുടെ വാല്യൂ എന്തായിരിക്കും, 1/pയുടെ വാല്യൂ +1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് m²/pയുടെ വാല്യൂ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, m² കോൺഗ്രുവൻറ്റ് ടു 0 ആണോ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 ആണോ എന്ന് നമുക്ക് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ് m² കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇഫ് m² കോൺഗ്രുവൻറ്റ് ടു 0 mod p ദെൻ എന്താ m²/pയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം m² എന്ന് പറഞ്ഞാൽ ഒരു അൺനോൺ നമ്പറാണ്. അപ്പോൾ അത് pയുടെ മൾട്ടിപ്പിൾ ആവാം ആവാതിരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. m² കോൺഗ്രുവൻറ്റ് 0 mod p ആണെങ്കിൽ m²/p = 0. അതിൻ്റെ ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി m² നോട്ട് കോൺഗ്രുവൻറ്റ് 0 mod p ആണെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, x² കോൺഗ്രുവൻറ്റ് ടു m² mod p കൺസിഡർ ചെയ്യുക. അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിന് സൊല്യൂഷൻ ഉണ്ടോ, തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട്. x = m എന്ന് എടുത്താൽ മതി. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ m² കോൺഗ്രുവൻറ്റ് ടു m² ആണ്. അപ്പോൾ x = m എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, x² കോൺഗ്രുവൻറ്റ് ടു m mod pക്ക് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ഇല്ലെങ്കിലാണ് m²r⁻p എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് x = m ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം m²r⁻p ആണെന്ന്. അപ്പോൾ m²/pയുടെ വാല്യൂം എന്ത് കിട്ടി, 1 കിട്ടി. അപ്പോൾ 1/pയുടെ വാല്യൂം 1 കിട്ടി, m²/pയുടെ വാല്യൂം 1 കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7/11ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, 7 കോൺഗ്രുവൻറ്റ് ടു 0 mod 11 ആണോ അതോ 7 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod 11 ആണോ, അതായത് 7 മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ 7 നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ എന്ന്. ഏതാണ്, 7 മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ, അല്ല. സോ 7 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p. നെക്സ്റ്റ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, x² കോൺഗ്രുവൻറ്റ് ടു 7 mod 11 സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ അതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 7r⁻11 എന്ന് പറയാം. സോ 7/11ൻ്റെ വാല്യൂ -1 ആയിരിക്കും. മനസ്സിലായില്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അടുത്തത് കണ്ടുപിടിക്കാം. 22/11ൻ്റെ വാല്യൂ, 22 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. കാരണം 11 × 2 ആണ് 22. അപ്പോൾ 22 മൾട്ടിപ്പിൾ ഓഫ് 11 ആയതുകൊണ്ട് 22 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p. സോ 22/11ൻ്റെ വാല്യൂ എന്ത് വരും, ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂ 0 വരും. മൾട്ടിപ്പിൾ ആണെങ്കിൽ 0 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു നോട്ടും കൂടെ എഴുതിയിട്ടുണ്ട്. ആ നോട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം, സപ്പോസ് n നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണെങ്കിൽ p ഡസ് നോട്ട് ഡിവൈഡ് n എന്നല്ലേ അതിൻ്റെ മീനിങ്. ഇതിൻ്റെ മീനിങ് എന്താ, n നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് പറഞ്ഞാൽ n-നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ 0 അല്ല. അതായത് p n-നെ ഡിവൈഡ് ചെയ്യുന്നില്ല. സോ p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പർ കൊണ്ട് n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ n-ഉം p-യും തമ്മിലുള്ള GCD എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ ഒരു നോട്ടായിട്ട് എഴുതിയേക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.